എൻ്റെ പേര് ലതിക SS. ഞാൻ ശാന്തിഗിരി വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുക്കാൻ പോകുന്നത്. സൊല്യൂഷൻസ് ആ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററായ സൊല്യൂഷൻസ് ആണ് ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്ന ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് two or more substances. അതിനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more substances. ഇതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം NaCl മീൻസ് സോൾട്ട് പ്ലസ് വാട്ടർ. നമ്മൾ പറയും ഇതൊരു സൊല്യൂഷനാണെന്ന് പറയും. വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും അതൊരു സൊല്യൂഷനാണെന്ന് പറയും. ഈ സൊല്യൂഷൻ്റെ ഏത് പോർഷൻ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഹാവിങ് ദ സെയിം പ്രോപ്പർട്ടി. അതിന് ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഹോമോജീനിയസ് എന്ന് പറയുന്ന. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന. ഈ സൊല്യൂഷൻ തന്നെ നമുക്ക് പറയാം ബൈനറി സൊല്യൂഷൻസ് ഉണ്ട്. ബൈനറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബൈനറി എന്ന് പറഞ്ഞാൽ ഹാവിങ് 2 കമ്പോണൻസ്. ബൈനറി സൊല്യൂഷനിൽ 2 കമ്പോണൻസേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഫോർ ആൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന NaCl പ്ലസ് വാട്ടർ പറയാം, അതുപോലെ തന്നെ ഷുഗർ പ്ലസ് വാട്ടർ. ഇതെല്ലാം എന്താണ് ബൈനറി സൊല്യൂഷൻസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ternary solution. Ternary solution means that consists of 3 components. 3 കമ്പോണൻസ് ഉള്ള സൊല്യൂഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ternary solutions. അപ്പോൾ നമുക്ക് പറയാം സോൾട്ട് പ്ലസ് ഷുഗർ പ്ലസ് വാട്ടർ. ഇതൊരു ternary സൊല്യൂഷനാണ്. അതുപോലെ തന്നെ quaternary solutions എന്ന് പറയുമ്പോൾ അതിൽ 4 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഈ ചാപ്റ്ററിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബൈനറി സൊല്യൂഷൻസിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി സൊല്യൂഷനിൽ 2 കമ്പോണൻസ് ആണുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മളിപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ AB എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ AB എന്ന് പറയുന്ന ബൈനറി സൊല്യൂഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിന് നമ്മൾ പറയുന്നതാണ് സോൾവെൻറ്റ് ആൻഡ് ദ അതർ വൺ ഈസ് സൊല്യൂട്ട്. ഒരു ബൈനറി സൊല്യൂഷനിലെ 2 കമ്പോണൻസ് ആണ് സോൾവെൻറ്റും സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ സോൾവെൻ്റ് എന്ന് പറയുന്ന ദറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. കൂടുതൽ എമൗണ്ടിൽ കാണപ്പെടുന്ന ആരാണോ അവരെയാണ് നമ്മളതിൽ സോൾവെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. ചെറിയ എമൗണ്ടിൽ കാണുന്ന ആളിനെ നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ലാർജർ ക്വാണ്ടിറ്റിയിൽ കാണുന്നത് സോൾവെൻ്റ് ആണ്, സ്മോളർ ക്വാണ്ടിറ്റിയിൽ കാണുന്നത് അല്ലെങ്കിൽ ലെസ്സർ എമൗണ്ടിൽ കാണുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളം, പഞ്ചസാര വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ നമ്മൾ ഇട്ടിരിക്കുന്ന ബാംഗിൾസ്, അതുപോലെ തന്നെ ഗോൾഡ് ഓർണമെൻറ്റ്സ്, ഇതെല്ലാം എന്ത് തന്നെയാണ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ആ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ മാത്രമല്ല, അല്ലാണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ദർ ആർ 3 types ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയുന്ന. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഗേഷ്യസ് സൊല്യൂഷൻസ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻ and the last one is solid solution. 3 types of solutions: gaseous, liquid and solid solution.
അപ്പോൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് നമ്മൾ 3 ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഗേഷ്യസ് സൊല്യൂഷൻ. ഗേഷ്യസ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ സോൾവെൻ്റ് എപ്പോഴും ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഒരു ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് എന്ന് പറയുന്ന എപ്പോഴും ഗ്യാസ് ആയിരിക്കും. ബട്ട് ദ സൊല്യൂട്ട് മേ ബി ഗ്യാസ്, ലിക്വിഡ് ഓർ സോളിഡ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. ഫസ്റ്റ് നോക്കിയാണ്ട് സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റും ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. എയർ അല്ലാണ്ട് നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ, ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? ഗ്യാസ് ഇൻ ഗ്യാസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ലിക്വിഡ് ഗ്യാസ്, ലിക്വിഡ് പ്ലസ് ഗ്യാസ്. നമുക്കറിയാം വാട്ടർ വേപ്പർ ഇൻ എയർ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലിക്വിഡ് ഇൻ ഗ്യാസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹ്യൂമിഡിറ്റി ഇൻ എയർ, അല്ലെങ്കിൽ മോയ്സ്ചർ, എല്ലാം ഏതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം? ലിക്വിഡ് ഗ്യാസിന് എക്സാമ്പിളായിട്ട് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സോളിഡ് ഗ്യാസ്, ദാറ്റ് ഈസ് സോളിഡ് സൊല്യൂട്ട് ഇൻ gaseous solvent, that is vapors of iodine in air. അയഡിൻ വേപ്പേഴ്സ് എയറിൽ മിക്സ് ചെയ്യുന്നതാണ് ഏതിന് എക്സാമ്പിൾ എന്ന് പറയുന്ന? സോളിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും കാണുന്നതാണ് ക്യാംഫർ, കർപ്പൂരം, ദാറ്റ്സ് ഇൻ എയർ, ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് ഇൻ ഗ്യാസ്. സോ ദിസ് ഈസ് എ ഗേഷ്യസ് സൊല്യൂഷൻ. അപ്പോൾ ഗേഷ്യസ് സൊല്യൂഷനിൽ ഗ്യാസ് ആയിരിക്കും എപ്പോഴും സോൾവെൻ്റ് എന്ന് പറയുന്ന. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ആവാം, ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. ആൻഡ് ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഗേഷ്യസ് സൊല്യൂഷൻസ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. അപ്പം ലിക്വിഡ് സൊല്യൂഷൻസിൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് ലിക്വിഡാണ്. ആൻഡ് ദ സൊല്യൂട്ട് മേ ബി ഗ്യാസ്, ലിക്വിഡ് ഓർ സോളിഡ്. അപ്പോൾ സൊല്യൂട്ട് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആവാം. സോൾവെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും വേറെ ആരായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. അതാണ് നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന. അതിൽ ഇപ്പോൾ സൊല്യൂട്ട് ഗ്യാസും സോൾവെൻ്റ് ലിക്വിഡും ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോഡ വാട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. സോഡ വാട്ടർ നമുക്ക് എല്ലാം അറിയാം, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടറാണ്. അതുപോലെ നമ്മുടെ എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം, നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ ലിക്വിഡ് ഇൻ ലിക്വിഡിനും എക്സാമ്പിളും നമ്മൾക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അല്ലേ? അപ്പോൾ എല്ലാവരും, അതായത് സാധാരണ കുറേ പേരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എത്തനോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വെള്ളം ഒഴിച്ചാണ് സാധാരണ എത്തനോൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് എന്ന് പറയുന്ന ലിക്വിഡിൽ, അതായത് സോളിഡ് സൊല്യൂട്ടാണ്, ലിക്വിഡ് ഈസ് എ സോൾവെൻറ്റ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന സോൾട്ട് ഇൻ വാട്ടർ. സോൾട്ട് ഇൻ വാട്ടർ പറയാം, ഷുഗർ ഇൻ വാട്ടർ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്ന ലിക്വിഡ് സൊല്യൂഷനാണ്. ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റ് എന്ന് പറയുന്ന എപ്പോഴും ലിക്വിഡ് ആവും. ആൻഡ് ദ എക്സാമ്പിൾസ് ആർ ദിസ് വൺ. സോ ദ തേർഡ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഇസ് സോളിഡ് സൊല്യൂഷൻസ്. In solid solution, the solvent is always solid and the solute gas, liquid or solid. For example, solute gas and solvent solid. An example is hydrogen in palladium. നമ്മൾ കൂടുതലും കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്ന് പറയുന്ന റിഡക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. Then liquid in solid, that is amalgam of mercury with sodium. നമ്മൾ സാധാരണ സോഡിയം അമാൽഗം എന്ന് പറയും. സോഡിയം ഏതിൽ? മെർക്കുറിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഡിയം അമാൽഗം എന്ന് പറയുന്നത്. ദെൻ സോളിഡ് ഇൻ സോളിഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ അലോയ്സ് ഓഫ് മെറ്റൽസ് എല്ലാം ഏതിന് എക്സാമ്പിളാണ്? സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിളാണ്. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. അപ്പം ഇനി നമ്മൾ സൊല്യൂട്ട്, സോൾവെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സൊല്യൂഷനിൽ എന്തുമാത്രം സൊല്യൂട്ട് ഉണ്ട്, അതിനെ എന്ത് പറയുന്നു? അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയും. ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ആസിഡും ബേസും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആസിഡ്, ഡൈല്യൂട്ട് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്
present in a specified amount of solvent. Specified amount of solvent. അതിനെയാണ് നമ്മൾ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. അതിനെയാണ് നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കോൺസെൻട്രേഷന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്. എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ, അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് മാസ് പെർസെൻറ്റേജ്. ഫസ്റ്റ് വൺ ഈസ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയും. മാസ് പെർസെൻറ്റേജ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ബൈനറി സൊല്യൂഷനായ എ ബി ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആൻഡ് എയുടെ മാസ് എന്ന് പറയുന്ന ഡബ്ല്യു എ ആണ്, ബിയുടെ മാസ് എന്ന് പറയുന്നത് ഡബ്ല്യു ബി ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് എയുടെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ total mass WA plus WB into 100. ഇതിനെയാണ് നമ്മൾ എയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ദാറ്റ് ഈസ് WA plus WB into 100. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കണ്ടുപിടിക്കുന്നത്. ദെൻ മാസ് പെർസെൻറ്റേജ് ഓഫ് ബി കണ്ടുപിടിക്കാനാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു mass percentage of B, that is equal to WB divided by WA plus WB into 100. അപ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ അത് എയുടെ മാസ് നമ്മൾ ഡബ്ല്യു എ എന്നും ബിയുടെ ഡബ്ല്യു ബി എന്നും എടുക്കുകയാണെങ്കിൽ എയുടെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ദറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ മാസ് ഇൻറ്റു 100. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ബി ഈസ് ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ പ്ലസ് ഡബ്ല്യു ബി ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വോളിയം പെർസെൻറ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും. വോളിയം പെർസെൻറ്റേജ്. ഇപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ നമ്മളെടുത്ത് അതിൻ്റെ വോളിയം എന്ന് പറയുന്ന വി എ ആണ് ആൻഡ് ഇറ്റ്സ് വോളിയം ഈസ് വി ബി. ദെൻ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എ divided by total volume that is VA plus VB into 100. ഇങ്ങനെയാണ് നമ്മൾ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദെൻ വോളിയം പെർസെൻറ്റേജ് ഓഫ് ബി is equal to volume of B divided by volume of A plus B that is total volume into 100. ഇങ്ങനെയാണ് നമ്മൾ വോളിയം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വേ ആണ് വോളിയം പെർസെൻറ്റേജ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ. ദെൻ ദാറ്റ് ഈസ് വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു volume percentage of A is equal to VA by VA plus VB into 100 and volume percentage of B is equal to VB divided by VA plus VB into 100. ഇതാണ് വോളിയം പെർസെൻറ്റേജ്. ആൻഡ് the third method is parts per million or ppm. Third method is parts per million or ppm. ഈ പാർട്സ് പെർ മില്യൺ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ സൊല്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവും വളരെ മൈന്യൂട്ടും ഒരെണ്ണത്തിൻ്റെത് വളരെ കൂടുതലുമായിരിക്കുമ്പോഴാണ് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് PPM നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പാർട്സ് പെർ മില്യൺ എന്നാണ് നമ്മൾ
പറയുന്നത്. അത് തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടൻസ് അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് അതിൻ്റെ പാർട്സ് പെർ മില്യൺ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെയ്റ്റ് ഓഫ് ദ കമ്പോണൻറ്റ് A divided by total weight into 10 raised to 6. ഇതങ്ങനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കുക. അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഇൻറ്റു 10 raised to 6 ആണ്. ഏത് കമ്പോണൻറ്റിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ട വെയ്റ്റ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് ഇൻറ്റു 10 raised to 6. അതാണ് പാർട്സ് പെർ മില്യൺ. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവും മറ്റതിൻ്റെ വളരെ കൂടുതലും ആവുന്ന സമയത്താണ് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സാധാരണ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് molarity. It is represented by the letter capital M. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present per liter of the solution. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മൊളാരിറ്റി എന്ന് പറയുന്ന. അല്ലെങ്കിൽ നമ്മൾ പറയും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് ദ സൊല്യൂഷൻ. 1 ലിറ്ററിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മൊളാരിറ്റി ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൊളാരിറ്റി എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വി മീൻസ് ദ വോളിയം ഇൻ ലിറ്റേഴ്സ്. അപ്പം ഈ ബൈനറി സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കാര്യം ഓർത്തിരിക്കുക. എ എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ സോൾവെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അതുപോലെ ബി എന്ന് പറയുന്നത് സൊല്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ NA എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ NB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. NA എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. സോ NB ഡിവൈഡഡ് ബൈ V. So what is NB? NB means it is a number of moles of solute, and V volume in liters is the volume in liters. And we all know NB number of moles. എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാവുന്നതാണ് നമ്പർ ഓഫ് മോൾസ് NB ഈസ് ഈക്വൽ ടു WB ബൈ MB. ദാറ്റ് ഈസ് WB ഈസ് ദ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് MB ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അപ്പോൾ NB നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്, അതിൽ WB എന്ന് പറയുന്ന മാസ് ഓഫ് ദ സൊല്യൂട്ടാണ് ആൻഡ് MB ഈസ് എ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. Then substitute these values in this equation. Then this equation will change to WB divided by MB into V. If in the problem V volume is given in ml, we have to convert it into liters. അപ്പോൾ ml-ലാണ് വോളിയം തന്നിരിക്കുന്നതെങ്കിൽ ആ വോളിയത്തിന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? ലിറ്റേഴ്സിലേക്ക് മാറ്റണം. മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് V in ml. And this is the equation for finding the molarity capital M, molarity of a solution. So molarity of a solution is equal to WB into 1000 divided by MB into V in ml, where WB is the mass of the solute and MB is the molecular mass of the solute and V is the volume of the solution. Then ഇവിടെ നമുക്ക് കാണാം V എന്ന് പറയുന്ന ഒരു ടേം ഡിനോമിനേറ്ററിലുണ്ട്.
വോളിയം എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി. അതായത് വോളിയം എപ്പോഴും ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസിനനുസരിച്ച് വോളിയത്തിന് എക്സ്പാൻഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ കോൺട്രാക്ഷനും ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ പറയും മൊളാരിറ്റി ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി. മൊളാരിറ്റി ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആണ് ഏതെന്ന് പറയുന്ന മൊളാരിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. സോ മൊളാരിറ്റി കാണാനുള്ള ഫോർമുല അറിയാം. WB × 1000 ഡിവൈഡഡ് ബൈ MB × V in ml. അപ്പോൾ ഇത് വെച്ച് സാധാരണ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് the molarity of a solution prepared by dissolving 50 gram of NaOH in 100 ml water. So this is the question. Calculate the molarity of a solution prepared by dissolving 50 gram of NaOH in 100 ml water. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇതിൽ എന്താണ് WB, എന്താണ് MB, അതുപോലെ എന്തുമാണ് WA അല്ലെങ്കിൽ V, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതണം. നമുക്കറിയാം ഇവിടെ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് NaOH ആണ്, ദാറ്റ് ഈസ് അതാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. WB അത് എത്ര ഗ്രാമാണ്? 50 gram ആണ് NaOH എടുത്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്ന MB ആണ്. MB എന്ന് പറയുന്ന NaOHൻ്റെ മോളാർ മാസ്. അപ്പോൾ NaOHൻ്റെ മോളാർ മാസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് NaOHൻ്റെ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറിയാം നമുക്ക്. സോഡിയത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 23 ആണ്, പ്ലസ് ഓക്സിജൻ 16 പ്ലസ് ഹൈഡ്രജൻ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഇതാണ് NaOHൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 40. ദെൻ വോളിയം നമുക്കറിയാം, വോളിയം തന്നിട്ടുണ്ട്. V ഈസ് ഈക്വൽ ടു 100 ml. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ: മൊളാരിറ്റി ഇസ് ഈക്വൽ ടു WB × 1000 ഡിവൈഡഡ് ബൈ MB × V in ml. ഇതാണ് നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. WB എന്ന് പറയുന്ന 50 ആണ്, × 1000 ഡിവൈഡഡ് ബൈ 40 × 100. റൈറ്റ്, 50/4 ഇത്രയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്ന. ആൻഡ് ദറ്റ് ഈസ് ഈക്വൽ ടു 12.5 മോളാർ. 12.5 മോളാർ എന്ന് നമുക്ക് പറയാം. ആൻഡ് മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഓഫ് മൊളാരിറ്റി ഈസ് മോൾസ് പെർ ലിറ്റർ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, 12.5 മോൾസ് പെർ ലിറ്റർ. അപ്പോൾ യൂണിറ്റ് ഓഫ് മൊളാരിറ്റി എന്ന് പറയുന്നത് മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, മൊളാരിറ്റി. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മൊളാലിറ്റി എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റി നമ്മൾ സ്മോൾ m കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൊളാരിറ്റിയെ നമ്മൾ ക്യാപിറ്റൽ M കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. മൊളാലിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്മോൾ m കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ number of moles of solute
present in 1 kg of the solvent. 1 kg of the solvent. Molality എന്ന് പറയുമ്പോൾ number of moles of solute present per kg of the solvent. അതിനെയാണ് നമ്മൾ molality എന്ന് പറയുന്നത്. That is molality small m is equal to NB number of moles divided by mass അല്ലെങ്കിൽ kilogram of the solvent. That is mass of the solvent. Then that is equal to NB നമുക്ക് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. NB is equal to WB divided by MB into WA. If WA is given in grams, WAയുടെ വാല്യൂ നമുക്ക് ഗ്രാംസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് WB into 1000 divided by MB into WA in grams. ഇതാണ് നമ്മുടെ മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് WB into 1000 divided by MB into WA in ഗ്രാംസ് എന്ന് നമ്മൾ പറയും. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു മൊളാരിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അവിടെ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ വി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓളിയം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓളിയം എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. പകരം നമുക്ക് മാസ് ഓഫ് ദ സോൾവെൻ്റ് ആണ് കിടക്കുന്നതെന്ന് പറയുന്ന. സോ മൊളാരിറ്റി എന്ന് പറയുന്ന ഇറ്റ് ഡസ് നോട്ട് depend on temperature. Molality ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. മൊളാലിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Calculate the molality of a solution containing 18 gram of glucose in the molecular mass എന്ന് പറയുന്ന molecular mass of glucose is equal to 180 ആണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇൻ 500 gram ഓഫ് വാട്ടർ. അപ്പോൾ 18 gram ഓഫ് ഗ്ലൂക്കോസ് ഇൻ 500 gram വാട്ടർ. ഈ സൊല്യൂഷൻ്റെ മൊളാലിറ്റി എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് WB അറിയാം. WB is equal to 18 gram ആണ്. ദെൻ MB നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ 180 ആണ് അതിൻ്റെ MB എന്ന് പറയുന്ന. ആൻഡ് WA എന്ന് പറയുന്നത് 500 gram. ദെൻ മൊളാലിറ്റി സ്മോൾ m is equal to WB into 1000 divided by MB into WA. This is the equation. ഇനി ഈ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 18 into 1000 divided by 180 into 500 and 18 into 1000 divided by 180 into 500 and the answer is 0.2 molal. 0.2 മോളാലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്ന ദ യൂണിറ്റ് ഓഫ് മൊളാലിറ്റി എന്ന് നമ്മൾ പറയുന്നത് മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾസ് പെർ കിലോഗ്രാം. മോൾസ് പെർ കിലോഗ്രാം ആണ് ആരുടെ യൂണിറ്റ് മൊളാലിറ്റിയുടെ യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ മോളാൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് മോൾസ് പെർ കിലോഗ്രാം എന്നും പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊളാലിറ്റിയുടെ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ മൊളാലിറ്റി ഒക്കെ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മോൾ ഫ്രാക്ഷൻ.
മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നമ്മൾ എക്സ് എന്ന് പറയുന്ന ലെറ്റർ ഇല്ലെങ്കിൽ കൈ എന്നും പറയാറുണ്ട്. എക്സ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ബൈനറി സൊല്യൂഷനായ എ ബി കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറയുന്ന എൻ എ ആണ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് പറയുന്നത് എൻ ബി ആണ്. സോ മോൾ ഫ്രാക്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ is defined as the ratio of number of moles of that component to the total number of moles of all the components present in solution. അപ്പോൾ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആൻഡ് ബി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണെങ്കിൽ നമുക്ക് പറയാം എൻ ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി, ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻസ്. ഇങ്ങനെയാണ് നമ്മൾ. ഇപ്പോൾ ഇനി വേറൊരു കമ്പോണൻറ്റും കൂടെ ഉണ്ട്, സി ആണെങ്കിൽ നമുക്ക് പറയാം കൈ സി അല്ലെങ്കിൽ എക്സ് സി ഈസ് ഈക്വൽ ടു എൻ സി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി പ്ലസ് എൻ സി. ഇവിടെ ബൈനറി ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണമാണ്. ഇനി നമുക്ക് എപ്പോഴായാലും നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി is equal to 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 1. ഇനിയിപ്പോൾ നമുക്ക് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ റൈറ്റ് 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ മോൾ ഫ്രാക്ഷനായിട്ട് പറയുന്നതെന്ന് പറയുന്നത്. ഇനി മോൾ ഫ്രാക്ഷൻ വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാം. മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ല, നിങ്ങൾ കണ്ട് മുകളിലും നമ്പർ ഓഫ് മോൾസ് ആണ്, താഴെയും അതായത് ഡിനോമിനേറ്ററിലും നമ്പർ ഓഫ് മോൾസ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഏതാണ്, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അതിനും നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Calculate the mole fraction of mole fraction of 70 gram of glucose and 40 gram of NaCl. NaCl എല്ലാവർക്കും അറിയാം. NaCl means sodium chloride dissolved in 900 gram of water. അപ്പം ഈ ഒരു സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, NaCl ഉണ്ട്, അതുപോലെ തന്നെ വാട്ടറും ഉണ്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം തന്നിരിക്കുന്ന വെയ്റ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലാർ മാസ്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് sodium chloride NaCl, that is 40 divided by 58.5. Then number of moles of water, that is equal to 900 divided by 18. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് മോൾസ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.38 and 0.68 and 50. അപ്പം ഇതാണ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് is equal to 0.38 plus 0.68 plus 50, that is equal to 51.06. ഇത്രയാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചാണ് നമ്മൾ ഓരോന്നിൻ്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്.
Mole fraction of glucose is equal to number of moles of glucose divided by total number of moles, that is 51.06 and it is 0.007. And number of moles of NaCl, that's equal to 0.68 divided by 51.06, that is equal to 0.013. And mole fraction of water, that is equal to 50 divided by 51.06, that is equal to 0.979. So mole fraction of glucose, sodium chloride and H2. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 0.007, ദെൻ സോഡിയം ക്ലോറൈഡിൻ്റെ 0.013 ആൻഡ് വാട്ടറിൻ്റെത് 0.979. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്ന മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് ഒരു സൊല്യൂഷൻ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ടേംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. താങ്ക് യു.